ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയാണ്. അതിനു വേണ്ടി 2 കിലോ കപ്പ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പൊളിച്ചെല്ലാം വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം. അതിന് ഞാൻ അത് പൊളിച്ചെല്ലാം വൃത്തിയാക്കി അരിഞ്ഞെടുക്കുകയാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. കഴിയുമ്പോൾ നമുക്ക് അതിന് നിരക്കെ വെള്ളവും വെച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് ഇനി നമുക്ക് കപ്പയ്ക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിനുവേണ്ടി നമ്മൾ അരമുറി തേങ്ങയും കുറച്ച് കാന്താരിയും കുറച്ച് വെളുത്തുള്ളി 5-6 ചുമന്നുള്ളി 1 നുള്ളി ജീരകവും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൊടുത്ത് നമുക്ക് അതിൽ അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയ്ക്കകത്ത് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അതൊന്ന് മൂടി നമുക്കതൊന്ന് അരപ്പൊന്ന് വേകാനായിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കണം. അതിന് വേണ്ടി നമ്മൾ കപ്പയൊക്കെ ഒന്ന് അരപ്പിനകത്ത് മൂടി നമുക്ക് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അരപ്പൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്. നമുക്കതിനായിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കത് വാങ്ങി മാറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കപ്പപ്പുഴുക്ക് റെഡി. നമുക്കത് കുറച്ച് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് കുറച്ച് മീൻകറിയും കഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.